എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഭയം അല്ലെങ്കിൽ പേടി ഇല്ലാത്തവർ ആരും തന്നെ ഇല്ലെന്ന് പറയാം. പാമ്പിനെ പേടിയില്ലാത്തവർക്ക് പാറ്റയെ പേടിയാണ്. പുലിയെ ഭയമില്ലാത്തവർക്ക് പല്ലിയെ ഭയമാണ്. വെളിച്ചത്ത് ധൈര്യശാലികളായവർ ഇരുട്ടിനെ ഭയമുള്ളവരായിരിക്കും. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഭയത്തെ അതിജീവിച്ച ചില വ്യക്തികളെയും എങ്ങനെയാണ് അവർ ഭയത്തെ അതിജീവിച്ചത് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഗിദെയോൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 6-7 അധ്യായം വായിക്കുമ്പോൾ മിദ്യാന്യരെ ഭയന്ന് ഗിദെയോൻ എന്ന മനുഷ്യൻ മുന്തിരിച്ചക്കിൻ്റെ അരികെ വെച്ച് ഗോതമ്പ് മെതിക്കുകയായിരുന്നു. യഹോവയുടെ ദൂതനവന് പ്രത്യക്ഷനായി അവനെ വിളിച്ചു പറഞ്ഞു, പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, മിദ്യാന്യരെ ഭയന്ന് മുന്തിരിച്ചക്കിൻ്റെ മറവിൽ വെച്ച് ഗോതമ്പ് മെതിച്ചുകൊണ്ടിരുന്ന ഗിദെയോന് യഹോവയായ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചപ്പോൾ ഗിദെയോന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനങ്ങൾ ശക്തരായി മിദ്യാന്യരെ നിശേഷം തോൽപ്പിച്ച ചരിത്രമാണ് 6-7 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമതായി 1 ശമൂവേൽ 16-17 അധ്യായങ്ങളിൽ ഇശായിയുടെ മക്കളിൽ 8-ാമനായ ദാവീദ് ആട്ടിടയനായിരുന്നു. ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ശമൂവേൽ പ്രവാചകൻ ദാവീദ് ബാലനെ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്തു. തുടർന്നും ദാവീദ് ആടിനെ മേയ്ക്കുവാൻ പോയി. ആ സമയത്താണ് 6 മുഴവും 1 ചാണും നെടുപ്പമുള്ള ഫെലിസ്ത്യനായ ഗോല്യാത്ത് എന്നൊരു മല്ലൻ 40 ദിവസമായി ഇസ്രായേലിലെ രാജാവിനെയും പടയാളികളെയും ഭയപ്പെടുത്തി വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം ദാവീദിന്റെ പിതാവായ ഇശായിയുടെ നിർദ്ദേശപ്രകാരം പടക്കളത്തിൽ ജോലി ചെയ്യുന്ന തൻ്റെ സഹോദരങ്ങൾക്ക് ഭക്ഷണവുമായി പടക്കളത്തിൽ ചെന്നു. അപ്പോൾ ഗോല്യാത്തിന്റെ വെല്ലുവിളി ദാവീദ് കേട്ടു. യഹോവയായ ദൈവത്തിന്റെ അഭിഷേകം ലഭിച്ച ദാവീദ് അവന്റെ വെല്ലുവിളി സ്വീകരിച്ചു. സഹോദരന്മാരും രാജാവും ഇത് കേട്ട് ബാലനായ ദാവീദിനെ നിരുത്സാഹപ്പെടുത്തി. എങ്കിലും ദാവീദ് കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായ 2 സംഭവം രാജാവിനെ ബോധ്യപ്പെടുത്തി. തൻ്റെ പിതാവിൻ്റെ ആടിനെ മേയിക്കുന്ന സമയത്ത് ഒരു കരടി വന്ന് തൻ്റെ ആടിനെ പിടിച്ചു. ദാവീദ് ഓടിച്ചെന്ന് കരടിയെ പിടിച്ച് 2ആയി കീറിക്കളഞ്ഞു, ആടിനെ രക്ഷിച്ചു. അതുപോലെ ഒരു സിംഹം എൻ്റെ ആടിനെ പിടിച്ചു. ഞാൻ ഓടിച്ചെന്ന് സിംഹത്തിൻ്റെ പുറത്ത് ഇടിച്ചു. സിംഹത്തിൻ്റെ വായിൽ നിന്ന് ആട് രക്ഷപ്പെട്ടു. സിംഹം ദാവീദിന്റെ നേരെ തിരിഞ്ഞു. ദാവീദ് സിംഹത്തിൻ്റെ ജടയ്ക്ക് പിടിച്ച് നിലത്തടിച്ച് കൊന്ന സംഭവവും പറഞ്ഞു. സൈന്യങ്ങളുടെ യഹോവയായ ദൈവത്തിന്റെ ശക്തി നമ്മോട് കൂടെ ഉള്ളതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവയായ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ മല്ലനായ ഗോല്യാത്തിനെ കൊല്ലും എന്ന് ദാവീദ് പറഞ്ഞു. രാജാവ് സമ്മതിച്ചു. ദാവീദ് ഒരു കല്ലെടുത്ത് തൻ്റെ കയ്യിലിരുന്ന കവണ കൊണ്ട് ഗോല്യാത്തിന്റെ നെറ്റിയിൽ എറിഞ്ഞു. ഗോല്യാത്ത് നിലത്ത് വീണു. ദാവീദ് നേരെ അവന്റെ അടുക്കലേക്ക് ചെന്നു. ഗോല്യാത്തിന്റെ അരയിൽ ഇരുന്ന വാള് കൊണ്ട് ദാവീദിനെ കൊല്ലും എന്ന് പറഞ്ഞ വാള് ദാവീദ് ഊരി ഗോല്യാത്തിന്റെ തലയറുത്ത് രാജാവിന്റെ സമക്ഷം കൊണ്ടുവന്ന് വെച്ചു. ദൈവത്തിന്റെ അഭിഷേകം ലഭിച്ച ദൈവമക്കൾക്ക് ദൈവഹിതത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ഭയത്തിന്റെ ഉത്ഭവം എവിടെ നിന്നാണെന്നും ഭയം മാനവകുലത്തിന് ദാനം ചെയ്തത് ആരാണെന്നും നമുക്കറിയാം. ഏദൻ തോട്ടത്തിൽ വെച്ച് ആദാമും ഹവ്വായും ദൈവം കൽപ്പിച്ചതിനെതിരായി സാത്താൻ പറഞ്ഞത് കേട്ട് അതനുസരിച്ച് പ്രവർത്തിച്ചപ്പോൾ ആദ്യമായി അവർക്കുണ്ടായ വികാരമാണ് ഭയം. വെയിലാറിയ സമയം ദൈവം ആദാമിനെ വിളിച്ചപ്പോൾ ആദാം പറഞ്ഞത്, ദൈവത്തിന്റെ ശബ്ദം തോട്ടത്തിൽ കേട്ടതുകൊണ്ട് ഞങ്ങൾ ഭയപ്പെട്ട് ഒളിച്ചിരിക്കുകയാണ്. ഈ ഭയത്തിന്റെ ബന്ധനത്തിൽ നിന്ന് ദൈവമക്കളെ ശൈശവ പ്രായത്തിൽ തന്നെ മാമോദീസ എന്ന അതിശ്രേഷ്ഠമായ കൂദാശയിലൂടെ വന്യവൈദികർ മോചിപ്പിക്കുന്നു. മാമോദീസ മുങ്ങുന്ന വ്യക്തിയിൽ നിന്ന് സാത്താനെയും അവന്റെ സകല സൈന്യങ്ങളെയും ദൂതന്മാരെയും അവന്റെ സകല ഭയത്തെയും സകല വഞ്ചനയെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ 3 പ്രാവശ്യം വന്യവൈദികർ ബഹിഷ്കരിച്ച് ബന്ധിക്കുകയാണ്.
തുടർന്ന് ദൈവീകമായ തേജസ്സോടുകൂടി ആത്മീയ ചൈതന്യത്തോടെ ദൈവരാജ്യത്തിന് യോഗ്യമായ വിധത്തിൽ മാതാപിതാക്കൾ മക്കളെ വളർത്തുന്നു. അങ്ങനെ വളരുന്ന മക്കൾക്ക് ഭയമില്ല. കാരണം അവർ ദൈവത്തിൻ്റെ വകയായി മുദ്ര കുത്തപ്പെട്ടവരായതുകൊണ്ടാണ് അവർക്ക് ഭയമില്ലാത്തത്. അങ്ങനെ മക്കളെ വളർത്തുവാനുള്ള ദൈവീക കൃപ നമുക്കും എല്ലാവർക്കും നൽകി ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.